Hi friends, welcome back to the second lecture on the topic directional derivative. In the first part, we are introduced to the concept of directional derivative, and in this lecture, we are going to discuss a method to compute the directional derivative of a function at a point xy in the direction of a unit vector. നമ്മൾ ലാസ്റ്റ് പാർട്ടിൽ ഒരു ഫംഗ്ഷൻ 2 വേരിയബിൾ ഫംഗ്ഷൻ ആയിട്ടുള്ള എഫ് തന്നാൽ എഫ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിൾ എക്സ് ആൻഡ് വൈ ആൻഡ് തീറ്റ ഈസ് ദ ആംഗിൾ മെയ്ഡ് ബൈ പോസിറ്റീവ് എക്സ് ആക്സിസിൻ്റെ ഡയറക്ഷനിലുള്ള ഒരു ആംഗിൾ ആണ് തീറ്റ എന്നുണ്ടെങ്കിൽ ഒരു പോയിന്റ് എക്സ് വൈ എന്നുള്ള പോയിന്റിൽ ലെറ്റ് പി ബി എ പോയിന്റ് എക്സ് വൈ, then the directional derivative of f at the point xy in the direction of the unit vector u is given by limit h tending to 0 f of x plus h cos theta y plus h sin theta minus f of xy whole divided by h provided this limit exists. ഈ ഒരു ഡെഫിനിഷനാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഒരു ഡയറക്ഷണൽ ഡെറിവേറ്റീവിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അതിൻ്റെ അവസാനം നമ്മൾ കൺക്ലൂഡ് ചെയ്തത് ഈ ഒരു ഡെഫിനിഷൻ ആയിരുന്നു, പ്രൊവൈഡഡ് ദിസ് ലിമിറ്റ് എക്സിസ്റ്റ്. നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഈ ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, തന്ന 2 വേരിയബിൾ ഫംഗ്ഷൻ ആയിട്ടുള്ള എഫ്, ഇഫ് എഫ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിൾ, ഇഫ് ഇറ്റ് ഈസ് ഡിഫറൻഷ്യബിൾ, നമ്മളൊരു എക്സ്ട്രാ കണ്ടീഷൻ ആഡ് ചെയ്തു, ഇറ്റ് ഈസ് എ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ. അത്തരത്തിൽ നമുക്ക് തന്ന ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് അറ്റ് ദ പോയിന്റ് എക്സ് വൈ ഇൻ ദ ഡയറക്ഷൻ ഓഫ് യൂണിറ്റ് വെക്റ്റർ കാണാനുള്ള ഒരു ഫോർമുലേറ്റ് ചെയ്യലാണ് നമ്മൾ ഈ ക്ലാസ്സിൻ്റെ എയിം. അപ്പോൾ നമ്മൾ ഇവിടെ എടുത്ത ഒരു എക്സ്ട്രാ അസംഷൻ എന്തായിരുന്നു? തന്ന ഫംഗ്ഷൻ എന്തായിരിക്കണം? ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ഡെഫിനിഷൻ വെച്ചിട്ട് ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, പ്രൊവൈഡഡ് ദിസ് ലിമിറ്റ് എക്സിസ്റ്റ്, വി ക്യാൻ ഫൈൻഡ് ദ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ യൂണിറ്റ് വെക്റ്റർ യു. ഈ ക്ലാസ്സിൽ നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുന്ന ഫോർമുല യൂസ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം? ഈ ഫംഗ്ഷൻ ആയിട്ടുള്ള എഫ്, 2 വേരിയബിൾ ഫംഗ്ഷൻ ആയിട്ടുള്ള എഫ് എന്തായിരിക്കണം? ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. ഈ ഒരു കണ്ടീഷനും കൂടി അവിടെ എക്സ്ട്രാ കൊടുത്താൽ മാത്രമേ നമുക്ക് ഈ ക്ലാസ്സിൽ നമ്മളൊരു ഫോർമുലേറ്റ് ചെയ്യും, ആ ഫോർമുല നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഫോർമുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ അസംഷനിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് എന്ത് ഉപയോഗിക്കുന്നുണ്ടാവും? ഫംഗ്ഷൻ്റെ ഡിഫറൻഷ്യബിലിറ്റി ഉപയോഗിക്കുന്നുണ്ടാകും. പക്ഷേ ഈ ഡെഫിനിഷനിൽ എന്തൊന്നും പറയുന്നില്ല, ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആകണമെന്നോ ആകണ്ടെന്നോ ഒന്നും ഗ്യാരണ്ടി ചെയ്യുന്നില്ല. ഫംഗ്ഷൻ എന്താണെങ്കിലും കുഴപ്പമില്ല, ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും എന്നുണ്ടെങ്കിൽ അതായിരിക്കും അതിൻ്റെ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്നാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ബിഫോർ ഗോയിങ് ടു ഫോർമുലേറ്റ് ദിസ് ഫോർമുല, നമ്മളൊരു എയിം ഡി യു എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഒരു ഫോർമുല ഇവാലുവേറ്റ് ചെയ്യണം. ബിഫോർ ഗോയിങ് ടു ദിസ് ഫോർമുലേഷൻ ഓഫ് ദ ഇക്വേഷൻ, വി ഹാവ് ടു ഇൻട്രൊഡ്യൂസ് എ ന്യൂ കോൺസെപ്റ്റ്. നമുക്കൊരു പുതിയ കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ആ കോൺസെപ്റ്റ് നമ്മൾ എന്താണെന്ന് പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ ഫോർമുലേറ്റ് ചെയ്യുന്നത്. കാരണം അവസാനം നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുന്ന സമയത്ത് ആ കോൺസെപ്റ്റ് ജസ്റ്റ് ഒന്ന് അവിടെ പറയുന്നുണ്ട്. ഓൾറെഡി നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ആ കോൺസെപ്റ്റ് ഒന്ന് ഡിഫൈൻ ചെയ്യാം. എ ഡെഫിനിഷനാണ് നമ്മൾ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഫോർമുലേറ്റ് ചെയ്യാം. ഡെഫിനിഷൻ പറയുന്നത്, ലെറ്റ് എഫ് ബി എ ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിൾ. എഫ് എന്നുള്ളത് ഒരു 2 വേരിയബിൾ ഫംഗ്ഷൻ ആണെങ്കിൽ we are defining a new quantity is defined by the derivative of f with respect to x into I cap plus the derivative of f with respect to y into j cap. Let f be a function of 2 variable, then we are defined a quantity dou f by dou x I cap plus dou f by dou y j cap. This vector function is called gradient or gradient
വെക്റ്റർ. വെക്റ്റർ ആണെന്നുള്ള രൂപത്തിൽ ഗ്രേഡിയൻ്റ് വെക്റ്റർ എന്ന് വിളിക്കും. സിംപ്ലി വി കോൾ ഇറ്റ് ആസ് ഗ്രേഡിയൻ്റ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് അറ്റ് ദി പോയിന്റ് എക്സ് കോമ വൈ ഈസ് ഡിഫൈൻഡ് ബൈ the partial derivative of f with respect to x I cap plus partial derivative of f with respect to y j cap, and it is denoted by grad f, and it is read as gradient f. Grad f എന്ന് ഡിനോട്ട് ചെയ്യും, റീഡ് ചെയ്യുന്നത് എന്താണ്? ഗ്രേഡിയൻ്റ് ഓഫ് എഫ് അറ്റ് എക്സ് കോമ വൈ. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ വേറെ രണ്ട് നോട്ടേഷൻസും കൂടി ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. നമ്മൾ ഉപയോഗിക്കുന്ന ലെറ്റർ ഗ്രീക്ക് ആൽഫബറ്റ് ആയിട്ടുള്ള ക്യാപിറ്റൽ ഡെൽറ്റ. ഡെൽറ്റ എന്നുള്ള ലെറ്ററിനെ ക്യാപിറ്റൽ ചെയ്താൽ അതിനെ ഇൻവേർട്ട് ചെയ്യുക. ഇൻവേർട്ടഡ് ക്യാപിറ്റൽ ഗ്രീക്ക് ഡെൽറ്റ, ആൻഡ് ഇറ്റ് ഈസ് വി കോൾ ഡെൽ ഓർ നെബുല. Therefore, instead of using gradient f, we denote it by del f and read as gradient f, which is equal to gradient f. Therefore, the gradient of a function f at the point xy is defined by dou f by dou x I cap plus dou f by dou y j cap, and it is denoted by del f. ഇനി ഫംഗ്ഷൻ 2 വേരിയബിളിന് പകരം 3 വേരിയബിൾ ആണെന്ന് കരുതുക. ഇഫ് ദ ഫംഗ്ഷൻ ഈസ് എ ഫംഗ്ഷൻ ഓഫ് 3 വേരിയബിൾ, ലെറ്റ് ഇറ്റ് ബി സം എഫ് ഓഫ് എക്സ് കോമ വൈ കോമ സെഡ്, ദെൻ del f that is equal to gradient of f is defined by dou f by dou x I cap plus dou f by dou y j cap plus dou f by dou z k cap. 3 വേരിയബിൾ ആണെങ്കിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഈ ഒരു രൂപത്തിലാണ്. 2 വേരിയബിൾ ആകുന്ന സമയത്ത് dou f by dou x I plus dou f by dou y j, and it is denoted by del f, and it is read as gradient of f. ഇവിടെ നമ്മളൊരു ഓപ്പറേറ്റർ എടുത്തു, ഡെൽ എന്നുള്ളൊരു ഓപ്പറേറ്റർ ആയിട്ട് നമുക്ക് ആരെടുക്കാം? ഡോ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ബൈ ഡോ വൈ ജെ. ഈ ഒരു ഓപ്പറേറ്റർ എഫ് എന്നുള്ള ഫംഗ്ഷനിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഗ്രേഡിയൻ്റ് വെക്ടർ ആയിട്ടുള്ള ഗ്രേഡിയൻ്റ് ഓഫ് എഫ് കിട്ടുന്നത്. ഡെൽ എഫ് ചെയ്യുമ്പോഴാണ് ഡോ എഫ് ബൈ ഡോ എക്സും ഡോ എഫ് ബൈ ഡോ വൈയും വരുന്നത്. അപ്പോൾ ഈ ഒരു ഓപ്പറേറ്റർ ഡെൽ എന്നുള്ള ഓപ്പറേറ്റർ ആരാണ്? ഡോ ബൈ ഡോ എക്സ് ഐ പ്ലസ് dou by dou y j. This operator is called gradient operator. So we are introduced a new definition. It is called gradient vector, or simply gradient, and it is defined by gradient of f is equal to dou f by dou x I plus dou f by dou y j if f is a function of 2 variable, and if f is a function of 3 variable, it is defined by dou f by dou x I plus dou f by dou y j plus dou f by dou z k. ഇനി നമുക്ക് ഇതിൻ്റെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ ഡിസ്കസ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? എഫ് ഡിഫറൻഷ്യബിൾ ആകുന്ന സമയത്ത് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കാണാനുള്ള ഫോർമുല എന്താണെന്ന് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. സോ ജസ്റ്റ് വി ക്യാൻ ഡിസ്കസ് എ എക്സാമ്പിൾ ഓഫ് എ ഗ്രേഡിയൻ്റ് ഓഫ് എ ഫംഗ്ഷൻ ഫോർ എ ഗിവൺ ഫംഗ്ഷൻ എഫ്. ഫംഗ്ഷനായിട്ട് ആരെ തന്ന എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 5y മൈനസ് എക്സ് ക്യൂബ് വൈ സ്ക്വയർ. നമ്മളോട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞത് ഡെൽ എഫ്. ബൈ ഡെഫിനേഷൻ ഡെൽ എഫ് കാണാനുള്ള ഫോർമുല del f at xy equal to the partial derivative of f with respect to x into I cap plus partial derivative of f with respect to y j cap. f നമുക്കറിയാം, that is equal to dou by dou x of f with respect to x ൽ ചെയ്യുന്ന സമയത്ത് 5y ന്റെ ഡെറിവേറ്റീവ് 0 ആയിട്ട് മാറും, മൈനസ് എക്സ് ൽ ചെയ്യുമ്പോൾ y കോൺസ്റ്റന്റ് ആക്കി എടുക്കാം, y സ്ക്വയർ കോൺസ്റ്റന്റ് ആക്കി എടുത്തു, എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് ആര് വരും? 3x സ്ക്വയർ ഇൻറ്റു ഐ ക്യാപ്പ്. ഈ പാർട്ട് കംപ്ലീറ്റ് ആയി.
ഇനി ഡോ എഫ് ബൈ ഡോ വൈ കമ്പ്യൂട്ട് ചെയ്യണം. ഡോ എഫ് ബൈ ഡോ വൈ കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 5 വൈൻ്റെത് എന്തായിട്ട് മാറും, 5 മൈനസ് എക്സ് ക്യൂബ് വൈ സ്ക്വയർ ചെയ്യുന്ന സമയത്ത് എക്സ് ക്യൂബിനെ കോൺസ്റ്റന്റ് ആക്കി ട്രീറ്റ് ചെയ്യുക. വൈ സ്ക്വയറിനെ ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് 2y ഇൻറ്റു ജെ ക്യാപ്. Therefore, del f at xy, that is gradient of f at xy equal to minus 3x square y square I cap plus 5 minus x cube ഒന്നിച്ച് എഴുതാം, 5 minus 2x cube y j cap. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ ഫൈൻഡ് ചെയ്തു. ഗ്രേഡിയന്റ് ഫംഗ്ഷൻ എന്താണെന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കാണാനുള്ള മെത്തേഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളത് ഫോർമുലേറ്റ് ചെയ്യാം. ഗ്രേഡിയന്റ് ഓഫ് എ ഗിവൺ ഫംഗ്ഷൻ എഫ് തന്നാൽ ആ ഗ്രേഡിയന്റ് വെക്ടർ എങ്ങനെ ഫൈൻഡ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മൾ വാച്ച് ചെയ്തു. ഇനി നമുക്ക് ഡയറക്ഷണൽ ഡെറിവേറ്റീവിൻ്റെ ഫോർമുലേറ്റ് ചെയ്യാം. Now we can formulate the concept of directional derivative, a method of formula for finding the directional derivative of f in the direction of u. നമ്മുടെ അസംഷൻസ് എന്തൊക്കെയാണ്? 2 വേരിയബിൾ ഫംഗ്ഷൻ ആയിട്ടുള്ള എഫ് ഓഫ് എക്സ് വൈനെ നമ്മൾ സം സെഡ് എന്ന് വിളിച്ചു. ആൻഡ് അവർ അസംഷൻ ഈസ് ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് ഈസ് ഡിഫറൻഷ്യബിൾ. The function f is a differentiable function and we have fixed the point x comma y and let it be some p and fixed the angle is fixed and x and y are two fixed points. Then the directional derivative, by definition of directional derivative we have limit h tending to 0 f of x plus h cos theta y plus h sin theta minus f of xy divided by h. ഈ ക്വാണ്ടിറ്റിയിൽ ഇത്രയും പാർട്ട് എടുക്കുക. ആരൊക്കെ? എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് കോസ് തീറ്റ വൈ പ്ലസ് എച്ച് സൈൻ തീറ്റ. അയാളെ ടോട്ടലി നമ്മളൊരു ഫംഗ്ഷൻ ആക്കിയിട്ട് ഡിഫൈൻ ചെയ്യാം. സോ ഐ എം ഗോയിങ് ടു ഡിഫൈൻ എ ഫംഗ്ഷൻ. ഫംഗ്ഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്തത്? ഈ ടോട്ടൽ പാർട്ടിനെ ഒരു സിമ്പിൾ ഫംഗ്ഷനാക്കി ഡിഫൈൻ ചെയ്യുന്നത്. ഫംഗ്ഷൻ ആരാണ്? എഫ് ഓഫ് എക്സ് പ്ലസ് എച്ചിന് പകരം ഞാൻ ടി എന്നുള്ള വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എഫ് ഓഫ് എക്സ് പ്ലസ് ടി കോസ് തീറ്റ വൈ പ്ലസ് ടി സൈൻ തീറ്റ ഈസ് ഡിഫൈൻഡ് ബൈ സം ജി ഓഫ് ടി. ജി ഓഫ് എച്ച് എന്ത് വരും? എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് കോസ് തീറ്റ വൈ പ്ലസ് എച്ച് സൈൻ തീറ്റ വരും. ജി ഓഫ് ടി ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തത് എഫ് ഓഫ് എക്സ് പ്ലസ് ടി കോസ് തീറ്റ വൈ പ്ലസ് ടി സൈൻ തീറ്റ. Therefore we are defined a new function g of t. ആരായിരുന്നു അയാൾ? നമ്മുടെ കോഷ്യന്റിലെ ന്യൂമറേറ്ററിൻ്റെ ഫസ്റ്റ് പാർട്ട്. വാട്ട് അബൌട്ട് ജി ഡാഷ് ഓഫ് 0? ജി ഡാഷ് ഓഫ് 0 എന്താ വരിക? ബൈ ഡെഫിനിഷൻ ജി ഡാഷ് ഓഫ് 0 is equal to limit h tending to 0 g of 0 plus h minus g of 0 whole divided by h. നമ്മൾക്കൊരു ഫംഗ്ഷൻ, ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷൻ തന്നാൽ അതിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ ഡിഫൈൻ ചെയ്യാറ് ഒരു കോഷ്യൻ്റ് ആയിട്ടാണ്. ആ കോഷ്യൻറ്റിൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ആ ഫംഗ്ഷൻ എന്താണ്, ഡിഫറൻഷ്യബിൾ ആണ്. ആൻഡ് ഡെറിവേറ്റീവ് എന്നുള്ളത് ആ കോഷ്യൻ്റ് ആക്കി നമ്മൾ ഡിഫൈൻ ചെയ്യാറുണ്ട്. ദിസ് ബൈ, എങ്ങനെയാണ് ഇയാൾ കിട്ടിയത്? ബൈ ഡെഫിനിഷൻ ഓഫ് ഡെറിവേറ്റീവിൻ്റെ ഡെഫിനിഷൻ പ്രകാരം നമുക്ക് ജി ഡാഷ് ഓഫ് 0 ഇയാളാണെന്ന് എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 ജി ഓഫ് 0 പ്ലസ് എച്ച്. ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആകുമോ? ജി ആരാണ്? എഫിലുള്ള ഒരാളാണ്. ജി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ടി കോസ് തീറ്റ വൈ പ്ലസ് ടി സൈൻ തീറ്റ. എഫ് ഈസ് എ ഫംഗ്ഷൻ, differentiable function of x and y. Therefore g is differentiable and its derivative is, by definition its derivative is given by
ദിസ് കോഷ്യൻ്റ് ലിമിറ്റ്. നൗ ജി ഓഫ് 0 പ്ലസ് എച്ച് എന്ത് വരും? ജി ഓഫ് എച്ച് വരും. ജി ഓഫ് എച്ച് കൊടുക്കുന്ന സമയത്ത് ടി എന്നുള്ളത് ആരായിട്ട് മാറും? എച്ച് ആയിട്ട് മാറും. അതിനാണ് ഞാൻ നേരത്തെ ഇവിടെ ടി എന്ന് എഴുതിയത്. ടി എന്നുള്ളതും എച്ച് എന്നുള്ളതും രണ്ട് വേരിയബിൾ ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട്. ജി ഓഫ് എച്ച് വരും എഫ് ഓഫ് എക്സ് പ്ലസ് ഇവിടെ ആരായിട്ട് മാറും? എച്ച് കോസ് തീറ്റ വൈ പ്ലസ് എച്ച് സൈൻ തീറ്റ വരും. ഈ പാർട്ട് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് കോസ് തീറ്റ വൈ പ്ലസ് എച്ച് സൈൻ തീറ്റ ജി ഓഫ് എച്ച് ആയി മൈനസ് ജി ഓഫ് 0 ടി 0 കൊടുക്കുന്ന സമയത്ത് കോസ് 0യുടെ വാല്യൂ 1 വരും. സോറി, ടി ആണ് 0 കൊടുക്കുന്നത്. ടി 0 വരുമ്പോൾ ടി കോസ് തീറ്റ 0 ആയിട്ട് മാറും, ടി സൈൻ തീറ്റ 0 ആയിട്ട് മാറും. ഫംഗ്ഷൻ ആരായിട്ട് മാറും? ജി ഓഫ് 0 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ഹോൾ ഡിവൈഡഡ് ബൈ എച്ച്. ഇയാൾ ആരാണ്? ഓൾറെഡി നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് എഫ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ യൂണിറ്റ് വെക്റ്റർ യു. ഇതിനെ ഞാൻ മുകളിലേക്കൊന്ന് റീപ്ലേസ് ചെയ്ത് എഴുതുന്നുണ്ട്. നമ്മൾ ഫോർമുലേറ്റ് ചെയ്തത് ജി ഓഫ് ടി ഇയാളെ ഡിഫൈൻ ചെയ്താൽ ദെൻ ജി ഡാഷ് ഓഫ് 0 ഈസ് ഈക്വൽ ടു ഡി യു എഫ് ഓഫ് എക്സ് കോമ വൈ. ഇയാൾ നമുക്ക് കിട്ടി. അതിന് നമ്മൾ സം ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം. നൗ വാട്ട് അബൌട്ട് ജി ഓഫ് ടി? ഈ ടോട്ടൽ ക്വാണ്ടിറ്റി ജി ഓഫ് ടി എന്നുള്ളത് നമുക്കറിയാം. ജി ഓഫ് ടി ആരാണ്? ഒന്നിങ്ങോട്ട് എടുത്ത് എഴുതാം. എഫ് ഓഫ് എക്സ് പ്ലസ് ടി കോസ് തീറ്റ വൈ പ്ലസ് ടി സൈൻ തീറ്റ. ഇതിൽ എഫ് ഓഫ് എക്സ് പ്ലസ് ടി കോസ് തീറ്റനെ ഞാൻ സിംഗിൾ വേരിയബിൾ ആക്കിയിട്ട് സം എക്സ് എന്ന് വിളിച്ചു. എക്സ് ഫിക്സഡ് ആണ്, തീറ്റ ഫിക്സഡ് ആണ്. അപ്പോൾ ഇയാൾ ടോട്ടലി എന്തിലുള്ള ഫംഗ്ഷനാണ്? ടിയിലുള്ള ഫംഗ്ഷനാണ്. ഇയാളെ ഞാൻ സം ക്യാപിറ്റൽ വൈ എന്നും വിളിച്ചു. അങ്ങനെയാണെങ്കിൽ ജി എന്നുള്ളത് എഫ് എന്നുള്ളത് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ദിസ് പോയിന്റ് ഈസ് എഫ് ആൻഡ് എഫ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ക്യാപിറ്റൽ എക്സ് ആൻഡ് ക്യാപിറ്റൽ വൈ. വാട്ട് അബൌട്ട് ക്യാപിറ്റൽ എക്സ് ആൻഡ് വൈ? എക്സ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ടി. നമ്മൾ ക്യാപിറ്റൽ എക്സ് ആക്കി എടുത്തത് ഫസ്റ്റത്തെ ടേം ആയിരുന്നു. ദാറ്റ് ഈസ് എക്സ് പ്ലസ് ടി കോസ് തീറ്റ. ഇതിൽ എക്സ് ഫിക്സഡ് ആണ്, തീറ്റ ഫിക്സഡ് ആണ്. അപ്പോൾ വേരിയബിൾ ആരാ? ടി. ദെയർഫോർ എക്സ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടി. എക്സ് എന്നുള്ളത് ടിയിലുള്ള ഫംഗ്ഷൻ ആണ്. ആൻഡ് വൈ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ വൈ ഈസ് ഈക്വൽ ടു സ്മോൾ വൈ പ്ലസ് ടി സൈൻ തീറ്റ. ഹിയർ വൈ ഈസ് ഫിക്സഡ് ആൻഡ് തീറ്റ ഈസ് ഫിക്സഡ്. ദെയർഫോർ y is a function of t also. That means y is a function of t and x is a function of t. F is a function of capital X and y and both capital X and y are a functions of t. ഇത്തരത്തിൽ നമുക്കൊരു ഡയഗ്രം കിട്ടിയാൽ നമുക്ക് ഏത് റൂൾ അപ്ലൈ ചെയ്യാം? ചെയിൻ റൂൾ അപ്ലൈ ചെയ്യാം. ഇയാളാണ് നമ്മളെ ജി ഓഫ് ടി. ജി ഓഫ് ടി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ടി കോസ് തീറ്റ വൈ പ്ലസ് ടി സൈൻ തീറ്റ. രണ്ട് സൈഡിലും വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഡെറിവേറ്റീവ് എടുക്കുക. ഡി ബൈ ഡി ടി ഓഫ് ജി ഓഫ് ടി ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് എഫ് ഓഫ് ക്യാപിറ്റൽ എക്സ് കോമ വൈ വരും. ഇനി എഫ് ഓഫ് എക്സ് വൈൻ്റെ ഡെറിവേറ്റീവ് കാണണം. ഡി ബൈ ഡി ടി ഓഫ് എഫ് ഓഫ് എക്സ് വൈ ഡി ബൈ ഡി ടി എഫ്. ഡി ബൈ ഡി ടി എഫ് എങ്ങനെ കാണാം? ഇതല്ലേ പാത്ത്? ഇയാളാണ് നമ്മളെ ഡി എഫ് ബൈ ഡി ടി. ഇവരെ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ രണ്ട് ഫങ്ഷൻസിൻ്റെ കോമ്പോസിഷൻസ് എടുത്താൽ മതി. അപ്പോൾ ഇവരുടെ കോമ്പോസിഷൻസ് പ്രൊഡക്റ്റ് ചെയ്യുക, ഇവരുടെ കോമ്പോസിഷൻസ് എടുക്കുക, അതിൻ്റെ കറസ്പോണ്ടിങ് ചെയിൻ റൂൾ, ഇതിൻ്റെ ചെയിൻ റൂളും ഇതിൻ്റെ ചെയിൻ റൂളും തമ്മിലുള്ള ഡെറിവേറ്റീവ് എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. ഇവിടെ ആരാ വരിക? എഫ് എക്സിലും വൈയിലും ഉണ്ട്. അതുകൊണ്ട് രണ്ട് വേരിയബിൾ ആയതുകൊണ്ട് ഇവിടെ എടുക്കുന്ന ഡെറിവേറ്റീവ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഡോ എഫ് ബൈ ഡോ എക്സ്, ഇവിടെ ഡോ എഫ് ബൈ ഡോ വൈ. ഇവിടെ എക്സ് ആരാ? ടിയിലുള്ള സിംഗിൾ ആണ്. അതുകൊണ്ട് എന്ത് വരും? ഡി എക്സ് ബൈ ഡി ടി വരും. ആൻഡ് വൈ ഈസ് എ സിംഗിൾ ഫംഗ്ഷൻ ഓഫ് സിംഗിൾ വേരിയബിൾ ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് ഇവിടെ ആര് വരും? ഡി വൈ ബൈ ഡി ടി വരും. ഇനി ഒരു ഡാറ്റയും കൂടി നമുക്ക് വേണം. എക്സ് ആരാണ്? എക്സ് പ്ലസ് ടി കോസ് തീറ്റ
and y is small y plus t sin theta. Therefore df by dt എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടാളും കൂടിയുള്ള പ്രൊഡക്റ്റും തമ്മിൽ എന്ത് ചെയ്തതേക്കാരം, ആഡ് ചെയ്തതേക്കാരം. Therefore which is equal to, ഈ ഈക്വാലിറ്റി ഞാൻ ഇങ്ങോട്ട് എഴുതുന്നുണ്ട്, ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി ടി, സോറി ക്യാപിറ്റൽ വൈ. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഈ ഡയഗ്രാം നമുക്ക് എറേസ് ചെയ്യാം. ഓൾറെഡി നമ്മൾ ആ ഡയഗ്രാം എന്തിനായിരുന്നു പറഞ്ഞത്, ആ ഡയഗ്രാം ഉപയോഗിച്ചിട്ട് ചെയിൻ റൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. ഇവിടെ നമ്മൾ ഈ സ്റ്റെപ്പിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്തത് ചെയിൻ റൂൾ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡോ എഫ് ബൈ ഡോ എക്സിന് അതേപോലെ എഴുതുന്നുണ്ട്, ഡോ എഫ് ബൈ ഡോ ക്യാപിറ്റൽ എക്സ്. വാട്ട് അബൌട്ട് ഡി എക്സ് ബൈ ഡി ടി? എക്സ് ആരാ? എക്സ് പ്ലസ് ടി കോസ് തീറ്റ. ഡി എക്സ് ബൈ ഡി ടി ചെയ്യുന്ന സമയത്ത് എക്സ് ഫിക്സഡ് പോയിന്റ് ആണ്, അതുകൊണ്ട് ഡെറിവേറ്റീവ് 0 ആയിട്ട് മാറും. കോസ് തീറ്റ എന്നുള്ളത് കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് ആകുന്ന സമയത്ത് നമുക്ക് എന്ത് വരും? ഡി എക്സ് ബൈ ഡി ടി കോസ് തീറ്റനെ നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് പുറത്ത് വെക്കാം. ഡി ബൈ ഡി ടി ഓഫ് ബാക്കിയുള്ളത് ടി വരും, അയാളുടെ വാല്യൂ എന്താണ്? 1 ആണ്. therefore ഡി എക്സ് ബൈ ഡി ടി എന്ത് വരും? കോസ് തീറ്റ വരും. പ്ലസ് ആൻഡ് y is y plus t sin theta. Dou f by dou capital Y into, what about dy by dt? dy by dt is equal to derivative of d by dt of small y plus t sin theta. Here y is a constant, therefore the derivative taking with respect to y, it will be 0, and sin theta is also constant since theta is fixed, and derivative of t is 1, therefore that will be sin theta. Therefore dou f by dou y into sin theta. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ആരാ വരുന്നത്? നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ജി ഓഫ് ടി എന്നായിരുന്നു. therefore ജി ഓഫ് ടിയുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഡെറിവേറ്റീവ് ചെയ്തു ജി ഡാഷ് ഓഫ് ടി. ഹെൻസ് നമുക്ക് ഫൈനലി കിട്ടിയത് ജി ഡാഷ് ഓഫ് ടി ഈക്വൽ ടു ഡോ എഫ് ബൈ ഡോ എക്സ് കോസ് തീറ്റ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ സൈൻ തീറ്റ. ഇയാൾ നമുക്കൊന്ന് എറേസ് ചെയ്യാം. ഈ ഇക്വേഷൻ നമ്പർ 1 നമ്മൾ ഓൾറെഡി ഇക്വേഷൻ കൊടുത്തിട്ടുള്ള ഇക്വേഷൻ നമ്പർ 1ന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആരാ വരുന്നത്? ജി ഡാഷ് ഓഫ് 0. അപ്പോൾ ഇയാളെ നമുക്ക് ഇതിനായിട്ട് ഇക്വേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് കൊടുക്കേണ്ടി വരും? ടി എന്ത് കൊടുത്താൽ മതി? ലെറ്റ് ടി ഈക്വൽ ടു 0. ദെൻ നമുക്കിതിനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിക്കാം. ജി ഡാഷ് ഓഫ് ദെൻ ടി ഈക്വൽ ടു 0. 2 will implies ജി ഡാഷ് ഓഫ് 0 ഈക്വൽ ടു ഡോ എഫ് ബൈ ഡോ ക്യാപിറ്റൽ എക്സ് ആണ് ഇവിടെ. എക്സ് ആരാ? എക്സ് പ്ലസ് ടി കോസ് തീറ്റ ആൻഡ് വൈ ഈസ് സ്മോൾ വൈ പ്ലസ് ടി സൈൻ തീറ്റ. ടി 0 കൊടുക്കുന്ന സമയത്ത് ഈ പാർട്ടും ഉണ്ടാവില്ല, ഈ പാർട്ടും ഉണ്ടാവില്ല. അപ്പോൾ ക്യാപിറ്റൽ എക്സ് ആയിട്ട് മാറും, സ്മോൾ എക്സ് ആയിട്ടും ക്യാപിറ്റൽ വൈ സ്മോൾ വൈ ആയിട്ടും മാറും. therefore ഡോ എഫ് ബൈ ഡോ ക്യാപിറ്റൽ എക്സ് ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ partial derivative of f with respect to the variable x. ഡോ എഫ് ബൈ ഡോ എക്സ് കോസ് തീറ്റ അതുപോലെ എഴുതി പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ, വൈ ആരായിട്ട് മാറി? സ്മോൾ വൈ ആയിട്ട് മാറി. ഡോ എഫ് ബൈ ഡോ വൈ സൈൻ തീറ്റ. നൗ ദിസ് വിൽ ബി ഈക്വൽ ടു, ഞാനൊന്ന് ഈ സൈഡൊക്കെ എഴുതുന്നുണ്ട്, ജി ഡാഷ് ഓഫ് 0 ഈക്വൽ ടു, ഇയാളെ നമുക്ക് ഒരു A1 ഇതിനെ B1 ഇത് A2 ഇത് B2 എന്ന് വിളിച്ചാൽ A1 B1 പ്ലസ് A2 B2 എന്നുള്ള ഫോർമാറ്റിലാണ്. ഇത് നമുക്ക് രണ്ട് വെക്ടേഴ്സിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റിനെ ഈക്വൽ ആക്കിയിട്ട് മാറ്റാം. ഏതൊക്കെ വെക്ടേഴ്സ് എടുത്താൽ മതി? ഡോ എഫ് ബൈ ഡോ എക്സ്
I cap dou f by dou y j cap into cos theta I cap sin theta j cap. ഈ രണ്ട് വെക്റ്റേഴ്സ് എടുത്താൽ ഇവരുടെ ഡോട്ട് പ്രൊഡക്റ്റ് ആണ് ഇവർ a1 ഡോട്ട് b1 പ്ലസ് a2 ഡോട്ട് b2 വരും. a1 ഡോട്ട് b1 ചെയ്യുമ്പോൾ ഡോ എഫ് ബൈ ഡോ എക്സ് കോസ് തീറ്റയും a2 ഡോട്ട് b2 ചെയ്യുന്ന സമയത്ത് ഡോ എഫ് ബൈ ഡോ വൈ ഡോട്ട് സൈൻ തീറ്റയും വരും. therefore g dash of 0 equal to dou f by dou x I plus dou f by dou y j into cos theta I plus sin theta j. That will be equal to. What about this quantity? നമ്മൾ ഓൾറെഡി ഒരു ഡെഫിനിഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. ഗ്രേഡിയൻ്റ് ഓഫ് എ ഫംഗ്ഷൻ എഫ് അറ്റ് ദ പോയിന്റ് എക്സ് കോമ വൈ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ബൈ the partial derivative of f with respect to x into I cap plus partial derivative of f with respect to y into j cap. Therefore, this will be gradient of f del f at xy. And what about this cos theta I plus sin theta j is our unit vector u. Hence, we have formulated that g dash of 0 equal to, നമ്മൾ ഫൈനലി കൺക്ലൂഡ് ചെയ്തത് g dash of 0 equal to del f of xy del f at xy dot u, the unit vector u. ഇയാളെ നമുക്ക് സം ഇക്വേഷൻ നമ്പർ 3 ആക്കിയിട്ടും കൊടുക്കാം. കമ്പയർ ദ ഇക്വേഷൻ നമ്പർ 3 ആൻഡ് ഇക്വേഷൻ നമ്പർ 1. രണ്ടാളുടെയും ലെഫ്റ്റ് സൈഡ് എന്താ വരുന്നത് g dash of 0. therefore its right side will be equal and its right side is du f of xy. the directional derivative of f in the direction of u is given by the gradient vector f dot u. Hence, we are concluded that the directional derivative of f in the direction of the unit vector u is given by the dot product. ഇത് രണ്ട് വെക്ടേഴ്സിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് ആണ്. ഡോട്ട് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ മറ്റൊരു ടേം എന്ത് പറയാം, സ്കേലാർ പ്രൊഡക്റ്റ്. ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് gradient of f at the point xy and the unit vector u. Hence, our conclusion is the directional derivative of f at xy in the direction of u d f of xy at u equal to del f of xy gradient of f at xy dot the unit vector u. ഇതാണ് നമ്മളുടെ എയിമായിട്ടുള്ള ഫോർമുല. നമ്മൾ എന്ത് ചെയ്തു, ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കാണാനുള്ള ഒരു ഫോർമുല ഇവാലുവേറ്റ് ചെയ്തു. അതിലൊക്കെ നമ്മൾ ഡെറിവേറ്റീവിൻ്റെ ടേമിലാണ് ഡിസ്കസ് ചെയ്തത്. അതിന് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ എന്താക്കിയെടുത്തത്, അസംഷനിൽ ഫംഗ്ഷൻ എന്താക്കിയെടുത്തത്, ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആക്കിയിട്ടെടുത്തത്. therefore if f is a function differentiable function of x and y, we can find the directional derivative by using this formula. ഈ ഫോർമുല ഉപയോഗിച്ചിട്ടും ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കാണാം. ഡിഫറൻഷ്യബിൾ ആണ് എന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും എളുപ്പം നമുക്ക് എന്തായിരിക്കും, ഈ ഫോർമുല യൂസ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിളും കൂടി നോക്കിയിട്ട് ഈ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ആ എക്സാമ്പിൾ ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മൾ എക്സാമ്പിൾ ആക്കിയിട്ട് എടുത്തത് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ. ഈ ഫംഗ്ഷന്റെ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കാണണം. പി നോട്ട് എന്നുള്ള പോയിന്റ് 1/2 ആണ്. ഇൻ ദ ഡയറക്ഷൻ ഓഫ് യൂണിറ്റ് വെക്ടർ 1/√2i പ്ലസ് 1/√2j. ഓൾറെഡി നമ്മൾ ഫസ്റ്റ് എക്സാമ്പിൾ ആക്കിയിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ ചെയ്തൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത്. അവിടെ നമ്മൾ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് du f of x y ഫൈൻഡ് ചെയ്തു ബൈ യൂസിങ് ദ ഡെഫിനിഷൻ. അതേ എക്സാമ്പിൾ തന്നെ ഞാൻ ഇവിടെ എടുക്കാനുള്ള കാരണം അതിന്റെ കമ്പാരിസൺ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് റിസൾട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ എഫ് എന്തായിരിക്കണം, നമ്മുടെ റിസൾട്ട് എന്തായിരുന്നു, du f of xy ഈക്വൽ ടു del f of xy ഡോട്ട് u. ഗ്രേഡിയന്റ് വെക്ടറും യൂണിറ്റ് വെക്ടറും കൂടി ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തതിന് ഈക്വൽ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ഈ റിസൾട്ട് ഹോൾഡ് ചെയ്യണമെങ്കിൽ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആവണം. എക്സ് സ്ക്വയർ ഡിഫറൻഷ്യബിൾ ആണ്, എക്സ് ഇൻറ്റു വൈ ഡിഫറൻഷ്യബിൾ ആണ്. ടോട്ടലി ഈ രണ്ട് ഫംഗ്ഷൻസും കൂടി ആഡ് ചെയ്താൽ ഡിഫറൻഷ്യബിൾ ആയിരിക്കും. therefore f is differentiable and hence we can use this formula.
ഇനി ഈ ഫോർമുല ഉപയോഗിച്ചിട്ട് നമുക്ക് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കാണണം. വാട്ട് അബൌട്ട് ഡെൽ എഫ് ഓഫ് എക്സ് കോമ വൈ ഡോട്ട് യു ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെറിവേറ്റീവ് കാണാം. ഡെൽ എഫ് എക്സ് കാണാൻ എഫിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ചെയ്യുക. എക്സിൽ ചെയ്യുന്ന സമയത്ത് എന്ത് വരും? എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x പ്ലസ് എക്സ് ഇൻറ്റു വൈ ചെയ്യുമ്പോൾ എക്സിലാണ് ചെയ്യുന്നതെങ്കിൽ വൈനെ കോൺസ്റ്റന്റ് ആക്കി എടുത്തു. ഡോ എഫ് ബൈ ഡോ എക്സ് ആയി. ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഇനി ഡോ എഫ് ബൈ ഡോ വൈ കാണണം. വൈ കാണാൻ ഇയാളെ ചെയ്യുമ്പോൾ 0 വരും. വൈയിൽ ചെയ്യുന്ന സമയത്ത് എക്സിന് എന്താക്കിയിട്ട് എടുക്കുക? കോൺസ്റ്റന്റ് ആക്കി എടുത്തു. എക്സ് ഇൻറ്റു ജെ ക്യാപ് ഇൻറ്റു യൂണിറ്റ് വെക്ടർ 1/√2i പ്ലസ് 1/√2j. ഇനി നമ്മളോട് ചോദിച്ചത് ഏത് പോയിന്റിലാ? 1, 2 എന്നുള്ള പോയിന്റിലാണ്. അപ്പോൾ പോയിന്റ് എക്സിനും വൈനും പകരം നമുക്ക് എന്ത് ചെയ്യാം? ഡെൽ എഫ് ഓഫ് 1, 2 ഡോട്ട് യു എന്ന് എഴുതാം. ഈക്വൽ ടു എക്സിന് 1ഉം വൈന് 2ഉം കൊടുക്കുക. എക്സിന് 1 കൊടുക്കുന്ന സമയത്ത് ഇവിടെ 2 ഇൻറ്റു 1 2 വരും. പ്ലസ് വൈ ഇൻറ്റു 2i പ്ലസ് എക്സ് 1 ആണ് ജെ ഇൻറ്റു 1/√2i പ്ലസ് 1/√2j. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 പ്ലസ് 2 4 വരും. 4i j ഡോട്ട് 1/√2i പ്ലസ് 1/√2j. ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്താൽ മതി? കോർഡിനേറ്റ് വൈസ് തമ്മിൽ ഐന്റെ കോർഡിനേറ്റുകൾ തമ്മിൽ പ്രൊഡക്റ്റ് എടുക്കുക. 4i ഉണ്ട്, ഇവിടെ 1/√2i ഉണ്ട്. 4/√2 പ്ലസ് ഈ ടേമിൽ j, ഇവിടെ 1/√2j. കോയിഫിഷ്യന്റ് 1ഉം 1/√2ഉം വരും. 1/√2 ദാറ്റ് ഈസ് ഈക്വൽ ടു 5/√2. നമ്മൾ നേരത്തെ ഡെഫിനിഷൻ ഉപയോഗിച്ചിട്ട് ചെയ്ത സമയത്തും ഇതേ ആൻസർ തന്നെ ആയിരുന്നു. പക്ഷെ കാൽക്കുലേഷൻ എന്തായിരുന്നു? ഇതിനേക്കാളും കൂടുതൽ കാൽക്കുലേഷൻ വന്നിരുന്നു. അപ്പൊ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെന്നുണ്ടെങ്കിൽ, എഫ് ഡിഫറൻഷ്യബിൾ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് എളുപ്പം? ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഫോർമുല യൂസ് ചെയ്യുന്നതാണ് എളുപ്പം. ഡെൽ എഫ് ഓഫ് എക്സ് വൈ ഡോട്ട് യു എന്നുള്ളതിന് ഡയറക്ഷണൽ ഡെറിവേറ്റീവിന് ഈക്വൽ ആയിരിക്കും. സോ we can wind up this session and we can discuss more problems from this section separately in the upcoming videos. Okay, let me watch later. Thank you.